Hello, welcome to Red Chart Talks. Hi everyone, it's me Rahul. Welcome to Chart Talks. സോ നമ്മുടെ ഒരു മാസം കഴിഞ്ഞു അല്ലേ? ഒക്ടോബർ എന്ന മാസം കഴിഞ്ഞു. പുതിയ മാസം തുടങ്ങാൻ പോണ് നവംബർ. ആൻഡ് പുതിയ ആഴ്ച തുടങ്ങാൻ പോണ്, പുതിയ ദിവസം തുടങ്ങാൻ പോവുകയാണ് മൺഡേ. സോ നമുക്ക് ഡെയിലി അനാലിസിസോട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വട്ടം മന്ത്ലി സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് മന്ത് എന്താ നടന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്ക് എന്താ നടന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റുകളിൽ എന്താ നടന്നത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അനാലിസിസിലോട്ട് കംപ്ലീറ്റ്ലി പോവാം. സോ അതിനു മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല, ട്രേഡ് ചെയ്തില്ല. കാരണം എൻ്റെ ഒരു സെറ്റപ്പിൽ എനിക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സെറ്റപ്പിൽ ഒരു ട്രേഡ്, നമുക്ക് എല്ലാവർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതല്ലല്ലോ നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. സോ ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. സോ എൻ്റെ സ്ട്രാറ്റജി അല്ല നിങ്ങളുടെ സ്ട്രാറ്റജി, എൻ്റെ സ്റ്റൈൽ അല്ല നിങ്ങളുടെ ട്രേഡിങ് സ്റ്റൈൽ. ഓക്കെ, നമ്മൾ അനാലിസിസ് ചെയ്യുന്നു, വീഡിയോസുകൾ കാണുന്നു, നമുക്ക് അതിൽ നിന്നൊക്കെ ഇപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, അത് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനും ഒരുപാട് കാലം ഇതേപോലെ വാരി വലിച്ച് ട്രേഡ് ചെയ്യുമായിരുന്നു, ഒരുപാട് പൈസ ലോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ആ ഒരു നമുക്ക് മെന്റലി നമ്മളൊരു കുറച്ച് മനസ്സിലാക്കി തുടങ്ങിയത്. സോ ഡെയിലി ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല ട്രേഡിങ്ങിന്റെ ഒരു ഫസ്റ്റ് റൂൾ തന്നെ. ഓക്കെ, മറ്റൊരു കാര്യം, ട്രേഡിങ് ഈസ് എ ആർട്ട് ഓഫ് പേഷ്യൻസ്. അതായത് ട്രേഡിങ് ഒരു എന്താ പറയുക, ക്ഷമയായിട്ട് കാത്തിരിക്കുന്നത്, അതായത് നമുക്ക് ഒരുപാട് ക്ഷമ വരുന്ന ഒരു ആർട്ടാണ്. അതായത് ഒരു ഇമോഷനാണ് ട്രേഡിങ്. സോ നമ്മൾ ട്രേഡിങ്ങിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കറക്റ്റ് ഒരു സെറ്റപ്പ് ഇല്ല. അതായത് നമുക്ക് സ്വന്തം ഒരു ഐഡിയയിൽ ട്രേഡ് ചെയ്യുക, അതായത് നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ്. ഓക്കെ, 155 പോയിന്റ്സ് പോയി, ഇപ്പം എനിക്ക് എമോഷണലി ഒരു ഫീലിങ്സ് വരുന്നില്ല. കാരണം എനിക്കറിയാം മാർക്കറ്റ് നാളെ ഉണ്ടാവും, മറ്റന്നാളെ മാർക്കറ്റ് ഉണ്ട്, അടുത്ത ആഴ്ചയും മാർക്കറ്റ് ഉണ്ട്, അടുത്ത മാസവും മാർക്കറ്റ് ഉണ്ട്, ഞാൻ മരിച്ചു പോയാലും മാർക്കറ്റ് ഉണ്ട്. ഈ കാണുന്നവർ ഓരോരുത്തരും നമ്മുടെ കാലം കഴിഞ്ഞാലും മാർക്കറ്റ് ഉണ്ടാവും, മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടാവും. സോ പക്ഷെ അത് ചെയ്യാനുള്ള ക്യാപിറ്റൽ നമ്മുടെ വേണം അല്ലേ? നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ട്രേഡ് ചെയ്യാൻ നമ്മുടെ പൈസ വേണമല്ലോ. ഇത് എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മൾ പൈസ ഇറക്കിയാലല്ലേ പൈസ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുള്ളൂ. സോ വിൽക്കാനാണെങ്കിലും മേടിക്കും, ബൈ സെല്ല് ചെയ്യാനാണെങ്കിൽ നമ്മൾ പൈസ വേണം. സോ ഡെയിലി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഫുൾ വാനിഷ് ആയി പോകും. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡ് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് എന്തായാലും അടിക്കും, കൺഫേം. സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. സ്റ്റോപ്പ് ലോസ് എന്തായാലും വരും. ബട്ട് സ്റ്റോപ്പ് ലോസ് വരുന്നത് കുറയ്ക്കുക. അതായത് 5 രൂപ നഷ്ടപ്പെടുത്തിയാൽ അടുത്ത ട്രേഡിൽ 15 രൂപ കിട്ടുക. അതാണ് നമ്മുടെ ഒരു ഫൈനലി നമ്മുടെ എല്ലാവരുടെയും ട്രേഡ് ചെയ്യുന്ന ഓരോരുത്തരും വെറുതെ കളിക്കുകയും ചെയ്യുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ, ഓക്കെ, നമുക്ക് ഡെയിലി നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പൈസ ഇതിനകത്ത് ഉണ്ടാക്കുക, വലിയ പൈസ ട്രേഡ് ചെയ്യുന്ന ഇതുകൊണ്ട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ട്രേഡിങ് എന്ന് വെച്ചാൽ ഇപ്പം ലാസ്റ്റ് നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ച ഇതിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമുക്ക് എനിക്കറിയില്ല നിങ്ങൾ ചെയ്തോ ഇല്ലെന്ന്, ബട്ട് എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. ബട്ട് 150 പോയിന്റ് വീണ് പോയല്ലോ, ട്രേഡ് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു തിങ്കിങ് മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഓക്കെ, നമ്മുടെ സെറ്റപ്പിലോ ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ചിലപ്പോൾ 1000 കിട്ടുന്നുണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ ആ ഒരു ഇമോഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നാളെ 5000 10,000 അതിലും മേളം ഉണ്ടാക്കാൻ പറ്റും. സോ ട്രേഡ് എന്നും എടുക്കുക എന്നുള്ളതിനുപരി നല്ലൊരു സെറ്റപ്പിൽ ട്രേഡ് എടുക്കുക എന്നതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് എയിം. നമ്മുടെ ഗോൾ അതായിരിക്കണം. നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു മെന്റലി ഒരു ഇമോഷണലി നമ്മളത് ആണ് നമ്മുടെ സൈക്കോളജി നമ്മൾ റെഡിയാക്കി വെക്കേണ്ട മെയിൻ ഒരു കാര്യം അല്ലേ? സോ 150 പോയിന്റ് നിഫ്റ്റി വീണു. ഒബ്വിയസ്ലി എനിക്ക് ആ 150 പോയിന്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വ്യൂ നമ്മുടെ 950 അബോവ് ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് ബൈ പോകാമെന്നായിരുന്നു, അല്ലെങ്കിൽ 720 താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ല് ചെയ്യാം. പക്ഷേ 720 ഒബ്വിയസ്ലി നമുക്കറിയാം, 720 ഇത്രയും താഴെ വന്നിട്ട് മുതൽ സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇപ്പം നമ്മുടെ വ്യൂ കറക്റ്റാണ്. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ റേഞ്ചിന് താഴെ മാർക്കറ്റ് ഒരു റീടെസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ആ അനാലിസിൽ നമ്മൾ ചെയ്ത് കാണിച്ചു തരാം, നമുക്ക് ചെയ്യാം. വരികയാണെങ്കിൽ നമുക്ക്
ആ ഒരു ട്രേഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു വ്യൂ ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഈസ് അണ്ടർ ബിയറിഷ്, മാർക്കറ്റ് പക്ക ബിയറിഷ് ആയിട്ടുണ്ട്. 720 താഴെ പോവാണെങ്കിൽ കംപ്ലീറ്റ്ലി ബിയറിഷ് ആണ് മാർക്കറ്റ്. ഓക്കെ, ലോങ് ഹയർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ ബുള്ളിഷ്, ബട്ട് ഒരു കറക്ഷൻ, ചെറിയൊരു കറക്ഷൻ മേ ബി സംഭവിക്കാം. അതിനുള്ള ചെറിയ ചെറിയ ടൈം ഫ്രെയിമിൽ അതെല്ലാം കാണുന്നുണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പൊ നമുക്ക് അനാലിസിസ് ചെയ്യാം, മനസ്സിലാക്കാം എങ്ങനെയാണ്. സോ നമുക്ക് പോവാം ട്രേഡിങ്ങിലോട്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ മന്ത്ലി നോക്കുകയാണെങ്കിൽ മന്ത്ലി സി ഇസ് എ ബുള്ളിഷ് ബർബൂസു. ഓക്കെ, മന്ത്ലി ഇതാണ് നമ്മുടെ ഒക്ടോബർ മന്ത് ക്യാൻഡിൽ. ഒക്ടോബർ മന്ത് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ് എ ബുള്ളിഷ് ക്യാൻഡിൽ, ഇസ് ക്ലോസ് എബോവ് 1 2 3 4 മന്ത്സ്. ഓക്കെ, ലാസ്റ്റ് 4 മാസത്തിന്റെ മുകളിലാണ് ഒക്ടോബർ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ മന്ത്ലി ഇസ് ഒബ്വിയസ്ലി ബുള്ളിഷ് അല്ലേ. ഓക്കെ, സോ ഒക്ടോബറിന്റെ ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഹൈ ഫോർ അസ്. ഓക്കെ, സോ നമ്മൾ ഒക്ടോബറിന്റെ ഹൈ മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ഒക്ടോബർ ലോ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ നൗ, ബട്ട് വിൽ മാർക്ക്. സോ ഒക്ടോബറിന്റെ ലോയെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് വീക്കിലിലോട്ട് പോകാം. വീക്കിലി പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റോറി ടെസ്റ്റ് ആവുന്നത്. സോ വീക്കിലി ഈസ് എ സീസർ ടോപ്പ്. സീസർ ടോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ TEWEEZAR സീസർ ടോപ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ പാറ്റേൺ കാണാൻ പറ്റും. സോ ഇറ്റ്സ് എ റിവേഴ്സൽ സൈൻ ക്യാൻഡിൽ പാറ്റേൺ. സോ ഷോർട്ട് ടൈമിലോട്ട് നിഫ്റ്റി മേ ബി ഒന്ന് റിവേഴ്സൽ ആകാൻ ചാൻസ് ഉണ്ട്. സോ സീസർ ടോപ്പ് ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ സീസർ ടോപ്പിന്റെ ലോ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ സീസർ ടോപ്പ് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റിന് ഒരു റിവേഴ്സൽ ഉണ്ടാവുന്നതാണ് എന്താ പറയാ, നമ്മുടെ മുന്നേയുള്ള വലിയ വലിയ ട്രേഡേഴ്സ് ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുള്ളതും അവരുടെ എക്സ്പീരിയൻസ് ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇത് കണ്ടോ, ഇതൊരു ഈ രണ്ട് ക്യാൻഡില് ബോട്ടമാണ്, സിസർ ബോട്ടമാണ്. സിസർ ബോട്ടം കഴിഞ്ഞിട്ടുള്ള മൂവ്മെന്റ് കണ്ടോ. ഓക്കെ, സിസർ ബോട്ടമാണ്, അത് കഴിഞ്ഞിട്ടൊരു ബുള്ളിഷ്നെസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സിസർ ടോപ്സ്, ഇത് സിസർ ടോപ്പ് അല്ലെങ്കിലും ബട്ട് ഇതൊരു വീക്കിലി ക്യാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് വീഴ്ച വന്നിട്ടുണ്ട്. ഓക്കെ, സീസർ ടോപ്സ് ഇവിടെയുണ്ട്. സീസർ ടോപ്സ് ഉണ്ടോ, ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിന് ഒരു ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇവിടെയും ഈ സാധനമാണ് വന്നിട്ടുള്ളത്, സീസർ ടോപ്സ്. സോ സീസർ ടോപ്സിന്റെ ലോ ആണ് നമ്മൾ 2 ദിവസം മുന്നേ മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പം ഇപ്പൊ ആ ലോ ഏകദേശം കൺഫേം ആയി. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഷോർട്ട് ടൈമിലോട്ടുള്ള ഒരു ബിയറിഷ്നെസ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്നും നമ്മൾ ഒരുമിച്ച് വരച്ചു വെക്കുന്ന പോലെ നമ്മുടെ ആംഗുലാർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഫോർ അസ്. ഓക്കെ, ഇനി നമുക്ക് ഡേയിലോട്ട് വരാം. ഡേയിലോട്ട് വരുമ്പം മാർക്കറ്റ് ഈ റേഞ്ചിൽ കയറി കഴിഞ്ഞിട്ട് ഈ ഒരു 25,000 26,000 മുതൽ ഏകദേശം ഒരു 10-500 പോയിന്റ് ഇടയിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസിലായിരുന്നു. അല്ല, ഇതൊരു സൈഡ് വേസ് അല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിന്റെ കാര്യം പറയുന്നത് കണ്ടോ. ഇവിടെയൊക്കെ മാർക്കറ്റിന് ഒരു മൂവ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതാ ഈ ഒരു സർട്ടൈൻ ഏരിയയിൽ മാർക്കറ്റ് ഒരു ദിവസം മുകളിലോട്ട്, ഒരു ദിവസം താഴോട്ട്, ഒരു ദിവസം മുകളിലോട്ട്, ഒരു ദിവസം താഴോട്ട്, പിന്നെ ഒരു ദിവസം മുകളിലോട്ട്, പിന്നെ 2 ദിവസം താഴോട്ട്. സോ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്, ഇത് സൈഡ് വേസ് ഫേസ് ഓഫ് ദ മാർക്കറ്റ്. സോ ഇതിന്റെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഒന്നെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഹൈ ടൈം ഫ്രെയിമിലോട്ട് പോകണം, അതായത് ഓൾ ടൈം ഹൈയിലോട്ട് പോകണം. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ ഒരു കറക്ഷനിലോട്ട് വരണം. സോ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ലോയിലാണ്. സോ മാർക്കറ്റ് ഒബ്വിയസ്ലി നമുക്ക് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരും. സോ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ആൻഡ് ഡെയിലി ഹൈ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഡെയിലി ഹൈ
ഓക്കെ, ഡെയിലി ഹൈ മാർക്ക് ചെയ്ത് വെച്ചു, അതൊരു റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ അതിന് റെഡ് കളർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് 1 ഹവറിലോട്ട് വരാം. 1 ഹവറിൽ മാർക്കറ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി മാർക്കറ്റിന്റെ നെക്ക് ലൈനിലോട്ട് വരികയാണ്. സോ ദിസ് ഈസ് ഓൾസോ കൺഫർമേഷൻ ഫോർ അസ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു ഡൗൺഫാൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഓക്കെ, അതിന് മുന്നേ നമുക്കൊന്ന് നോക്കാം എവിടെയെങ്കിലും ഒരു എന്താ പറയുക റെസിസ്റ്റൻസോ സപ്പോർട്ടോ വരയ്ക്കാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ 830. ഓക്കെ, 830 ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, രണ്ട് ടച്ച് വന്നിട്ടുണ്ട് മാർക്കറ്റിന്, സോറി 2 ടച്ച്. സോ ഇത് മാർക്കറ്റിന്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 825 830. ഞാൻ ലാസ്റ്റ് ഡേയിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് തിരിയുകയാണെങ്കിൽ നമുക്കൊരു ബൈ പോവാം 830. പക്ഷെ അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഔട്ട് പോകുന്നു, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ സിമ്പിളായിട്ട് നമുക്ക് ലെവൽസ് കിട്ടി അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ് എടുക്കുക. ഓക്കെ, ഇപ്പം ലെവൽസ് എടുക്കാൻ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ലെവൽസ് വരച്ചു അല്ലേ. അതായത് 25,950 അബോവ് നമ്മൾ പോവുകയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് വരും നമ്മൾ പറഞ്ഞിരുന്നു. റിവേഴ്സ് വന്നില്ല, മാർക്കറ്റ് കയറിപ്പോയി, തിരിച്ചിറങ്ങി വന്നു. 25,830 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് എടുക്കാന്ന് പറഞ്ഞിരുന്നു. കണ്ടു, അവിടെയാണ് റെസിസ്റ്റൻസ്. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ വരച്ചതെല്ലാം നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് അതൊരു ഈ ഒരു റെസിസ്റ്റൻസ് കണ്ടിട്ടല്ല നമ്മൾ അവിടെ വരച്ചിട്ടില്ല. നമ്മൾ വരച്ചത് നമ്മൾ ഒരുമിച്ചിരുന്നാണ് അത് ആ ലൈൻസ് വരച്ചത്. അപ്പം തന്നെ നമുക്ക് നമ്മുടെ ആ മാർക്കറ്റ് തിരിച്ച് കയറാൻ നോക്കിയപ്പം തടഞ്ഞു വെച്ച ആ ഒരു ഏരിയ നമ്മൾ കാണുന്നുണ്ടല്ലോ, 25,830. സോ 25,830 മുകളിൽ വന്നാൽ മാത്രമേ ഇനി നമുക്ക് ഹൈ ബുള്ളിഷ് സൈഡിലോട്ടൊരു ട്രേഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, 25,830 മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് സൈഡിലോട്ട് ഒരു ട്രേഡ് വരത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇൻട്രാഡേയിൽ 5 മിനിറ്റ്സിലും 2 മിനിറ്റിലും 3 മിനിറ്റിലും പോയി ട്രേഡ് എടുത്തിട്ട് ലോസ് ഉണ്ടാക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ലോസ് ആയിരിക്കും, അല്ല പ്രോഫിറ്റ് ആയിരിക്കും, 2 ദിവസം പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ 3-ാമത്തെ ദിവസം നിങ്ങളുടെ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി പോകും. സോ ഹയർ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്തിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്തോ, നോ പ്രോബ്ലം. പക്ഷെ ചെറിയ ഒരുപാട് ക്യാൻഡിൽസ് കണ്ട് ഇപ്പം ഇവിടെ 2 ക്യാൻഡിൽ ഈ മോളോട്ട് പുഷ് വന്നപ്പം വിചാരിച്ചിട്ടുണ്ടോ മാർക്കറ്റ് മോളോട്ട് പോകുന്നു. ബട്ട് 5 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് ക്യാൻഡിൽ കാണാൻ പറ്റും. ഇത്രയും ക്യാൻഡിലൂടെ വന്നു, അപ്പോൾ തന്നെ തിങ്ക് ചെയ്തിട്ടുണ്ടോ മാർക്കറ്റ് മോളോട്ട് പോകാണെന്ന്. സോ എന്ത് പറ്റി, മാർക്കറ്റ് താഴോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോരുന്നു. ആൾക്കാർ എൻ്റെ ലോസ് ഉള്ള ആൾക്കാരെ എനിക്കറിയാം. സോ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അന്ന് ആക്ച്വലി ഈ ഒരു ഫാള് മൊത്തം ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിരുന്നു, ഓക്കെ 950 വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തു, തിരിച്ചൊരു ഇൻവേർട്ടർ ഹാമർ വന്നിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ലോയിൽ ഒരു എൻട്രി വെച്ചായിരുന്നെങ്കിൽ എനിക്ക് ഈ ഫാള് എടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ഇരുന്ന് ചിന്തിച്ചു. ബട്ട് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ഒരു തോട്ടം എന്താണ് 950 മുകളിലോട്ട് പോകണമെങ്കിൽ എൻട്രി വരും, ആ തോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇത് താഴോട്ട് ഫാളോ ചെയ്തപ്പോൾ എനിക്കിത് ഇവിടുത്തെ മനസ്സിലായി, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഇവിടുന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, ഇത് ഇൻവെർട്ടർ ഹാമറാണ് മുകളിലുള്ളത്, മാർക്കറ്റ് താഴോട്ട് വീഴുകയാണ്. ചാടി കയറി ഇവിടുന്ന് എൻട്രി എടുത്താണെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രോഫിറ്റിലായാണ്, കാരണം മാർക്കറ്റ് നല്ലൊരു ഫാളോ ആകുന്നത്. ബട്ട് ഞാൻ എൻട്രി എടുത്തിട്ടില്ല, കാരണം എൻ്റെ എൻട്രി എടുക്കാനായിരുന്നെങ്കിൽ എൻ്റെ എൻട്രി ഇവിടുന്നായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചെൻ്റെ എൻട്രി ഇവിടുന്ന് മുകളിലോട്ടായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ബിയറിഷ് പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ടോപ്പിന്റെ നെക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് താഴോട്ടായിരിക്കും. സോ ഇനി ഇവിടുന്ന് താഴോട്ട് വന്നാൽ നമ്മൾ ഒരു എൻട്രി എടുക്കും. ചിലപ്പം എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം. ബട്ട് നമുക്കൊരു വ്യൂ ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുക എന്ന് നമുക്കൊരു വ്യൂ ഉണ്ട്. സോ ഇപ്പം എക്സ്ട്രീംലി മാർക്കറ്റ് ഓവർ സോൾഡ് ആണ്. ഓക്കെ, PCR ഒക്കെ 0.5 ആ റേഞ്ചിലാണ് ഉള്ളത്. സോ മാർക്കറ്റ് എന്തായാലും ഒരു പുൾ ബാക്ക് തരും. ഓക്കെ, പുൾ ബാക്ക് തരുമ്പം ഇനി നിങ്ങളുടെ വ്യൂ ബിയർഷിലോട്ടായിരിക്കണം. ഓക്കെ, കാരണം ഇനി നമുക്ക് 830 മുകളിലോട്ട് കയറി പോയാൽ മാത്രമേ 25,830 മുകളിലോട്ട് കയറി പോയാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ്നെസ് ഇനിയുള്ളൂ. ഇത് ഞാൻ ഓണാക്കി, ഇത് 150 EMA ആണ്. ഓക്കെ, 150 EMA ക്രോസ് ഓവറും വന്നിട്ടുണ്ട്. ക്രോസ് ഓവർ വന്നു വെച്ചാൽ മാർക്കറ്റ് ബിയറിഷിലോട്ട് പോയെന്നാണ് അർത്ഥം. കാരണം നമുക്ക് ഇതിന് മുന്നേ ഒരു ക്രോസ് ഓവർ വന്നത്, ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ വന്നത് ഇവിടെയാണ്.
ഒക്ടോബർ 3 ഓക്കെ. ഒക്ടോബർ ഒരു മാസം മുന്നെയാണ് ഈ ഒരു ക്രോസ് ഓവർ വന്നത്. ഒരു മാസം മുന്നേ ക്രോസ് ഓവർ വന്നിട്ട് ഒരു മാസം കംപ്ലീറ്റ് മാർക്കറ്റ് മുകളോട്ട് വന്നിട്ട് തിരിച്ചൊരു ക്രോസ് ഓവർ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് നമുക്കൊരു കൺഫർമേഷൻസ് വേണ്ടിയിട്ട് ഞാൻ ഓണാക്കി നോക്കിയാണ്. നിങ്ങൾക്കും യൂസ് ചെയ്യാം, EMAs ഒക്കെ ഒരു കൺഫർമേഷൻസിന് വേണ്ടി നമുക്ക് ഓണാക്കി നോക്കാം. സോ ഒരു മാസം വന്ന PCO അതായത് പോസിറ്റീവ് ക്രോസ് ഓവർ ഇൻ ലാസ്റ്റ് ഡേ അതൊരു നെഗറ്റീവ് ക്രോസറായി മാറിയിരിക്കുകയാണ്. സോ മാർക്കറ്റ് ഇനി 8:30 മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് സൈഡിലോട്ട് നമുക്കൊരു ട്രേഡ് വരത്തുള്ളൂ. 7 ഇനി മൺഡേ മാർക്കറ്റ് നേരെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഒരു എൻട്രി ചെയ്തിട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നേരെ കൊടുക്കാം. അതല്ല ജസ്റ്റ് ക്ഷമയുള്ള ആളാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യുക. പുൾ ബാക്കിന് വെയിറ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻസിൽ ഇതേപോലെ ഉണ്ടാവും. മാർക്കറ്റ് താഴോട്ട് വീണു, ഒന്ന് പുൾ ബാക്ക് ചെയ്തു, പിന്നെ വീണു. ഓക്കെ, അതേപോലെ മാർക്കറ്റ് ഒന്ന് വീണിട്ട് ഒന്ന് പുൾ ബാക്ക് ചെയ്യും. ഒന്ന് പുൾ ബാക്ക് ചെയ്യുമ്പോൾ ആ പുൾ ബാക്കിൽ ഒരു സെല്ല് കൊടുക്കുക, നമുക്ക് എന്നിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, നല്ല ടാർഗറ്റ് താഴോട്ടുണ്ടാവും. 25,600 ഫസ്റ്റ് ടാർഗറ്റ് ആണ്. ഓക്കെ, 600, അതിന് താഴെ 550. ഓക്കെ, അതിൻ്റെ താഴെ ഈ ടാർഗറ്റ് 550. ഓക്കെ, ഇതൊരു ടാർഗറ്റ് ആണ്. 550, അതിൻ്റെ താഴെ 500. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോവാ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത എൻട്രി ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇതാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ താഴോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ എക്സ്പയറി എടുത്തൊന്ന് ഹോൾഡ് ചെയ്യാം. മാർക്കറ്റ് മേ ബി 25,400 500 വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ താഴോട്ടുള്ള ടാർഗറ്റിന് വേണ്ടി കുറച്ച് വലിയ ടാർഗറ്റിന് വേണ്ടി ഹോൾഡ് ചെയ്യുക. കാരണം ഇനി മാർക്കറ്റ് 25,830 മുകളിൽ പോകുന്ന വരെ നമുക്ക് ഒരു ബുൾ സൈഡിലോട്ട് ട്രേഡ് ഇല്ല. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ വ്യൂ ബിയറിഷ് ആയിരിക്കും. നമ്മൾ ബിയർ സൈഡിലോട്ട് ട്രേഡ് എടുക്കുള്ളൂ, നേരെ ട്രേഡ് എടുക്കത്തില്ല. ജസ്റ്റ് നമുക്കൊരു പുൾ ബാക്കിന് ശേഷം നമുക്ക് ട്രേഡ് എടുക്കാം. നമുക്ക് ഫൈനൽ ടാർഗറ്റ് 25,400 താഴെ. ഈ ട്രെൻഡ് ലൈൻ ഈസ് അവർ ഫൈനൽ ടാർഗറ്റ്. സോ ചാർട്ടിൽ ഇങ്ങനെ ഒരുപാട് ലൈൻ വരച്ചു വെക്കാതെ നിങ്ങൾ മിനിമലായിട്ട് ഇപ്പം നമ്മൾ അനാലിസിസ് ചെയ്ത മാതിരി മന്ത്ലി, വീക്ക്ലി, ഡെയിലി ആൻഡ് ഹവർലി 15 മിനിറ്റ്സ് ഇങ്ങനെ ഇതേപോലെ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് മന്ത്ലി കഴിഞ്ഞതുകൊണ്ടാണ് മന്ത്ലി എടുത്തത്. അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെയിലി, ഹവർലി, 15 മിനിറ്റ്സ് ആൻഡ് 5 മിനിറ്റ്സിൽ വേണമെങ്കിൽ എൻട്രി നോക്കാം. ഞാൻ 15 മിനിറ്റ്സ് തന്നെ എൻട്രി നോക്കാറ് സാധാരണ. സോ ഇങ്ങനെയാണ് ലെവൽ മാർക്ക് ചെയ്ത് നിങ്ങൾ വെക്കേണ്ടത്. സോ നമ്മുടെ ലെവൽ നമുക്ക് ക്ലിയർ ആണ്. 25,710 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതിന് ഈ ലെവലിനകത്ത് ഡേ ലോയുടെ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിയറിഷിലോട്ട് 100% പോവും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പുൾ ബാക്ക് വെയിറ്റ് ചെയ്ത് ഈ റെസിസ്റ്റൻസിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതല്ല ഇതിന്റെ മുകളിൽ കയറി ക്ലോസ് ആവുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്താ മാർക്കറ്റ് ചെയ്യുന്നത്, ട്രാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുമെന്ന് നോക്കാം. കാരണം മന്ത്ലിയും ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആണല്ലോ, ഓൾറെഡി ബുള്ളിഷ് മർബൂസ വന്നിട്ടുള്ളത്. അതല്ല ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കറക്ഷനിലോട്ട് എന്തായാലും മാർക്കറ്റ് വരും. 25,400 വരെയൊക്കെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം നമുക്ക് നമ്മുടെ ഫിബ് ലെവൽസ് ഒന്ന് വരച്ച് നോക്കാം. ഇവിടുന്ന് വരച്ച് കഴിഞ്ഞാൽ ഇവിടുന്നാണ് നമ്മുടെ ഫിബ് ഈ ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഹൈ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ 25,600 നമ്മുടെ ഗോൾഡൻ സോൺ വരെ വരാൻ തന്നെ ഇനി 100 പോയിന്റ് കൂടെ ഉണ്ട്. സോ മാർക്കറ്റ് ചിലപ്പം ഇവിടുന്ന് തിരിയാം, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രീമിയം ഡിസ്കൗണ്ടിൽ തിരിയാം. സോ ഫിബ് ലെവലിൽ നമ്മുടെ ടാർഗറ്റ്സ് ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ടാർഗറ്റ് ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഫിബ് ലെവൽ ടാർഗറ്റ്സ് ഇത് നമ്മുടെ ടാർഗറ്റ് ആണ്. ഇത് നമ്മുടെ ടാർഗറ്റ് ആണ്. ഇത് നമ്മുടെ ടാർഗറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് കളയാം. ഓക്കെ, സോ നമുക്ക് താഴോട്ട് നല്ല വലിയ ടാർഗറ്റ്സ് ഉണ്ട്. പിന്നെ എല്ലാ EMAയുടെയും അതായത് 10, 20, 50, 100 എല്ലാ EMAയുടെയും EMAസിന്റെ താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. സോ 25,710 താഴെ പോകണമെങ്കിൽ നമുക്ക് ഒരു ബിയർ സെല്ലോ ട്രേഡ് എടുക്കാം.
അതല്ല 25,830 മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. സോ ഇവിടെ നമ്മുടെ നോ ട്രേഡിംഗ് സോൺ. ഓക്കെ, ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആണ്. ഓക്കെ, ഓക്കെ, നമ്മൾ നോ ട്രേഡിംഗ് സോൺ. സോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് ഡേയിൽ ഇപ്പോൾ ട്രേഡ് കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കണ്ട. എനിക്ക് ട്രേഡ് കിട്ടിയില്ല അറിഞ്ഞിട്ട്. ഒരുപാട് ട്രേഡ്സ് ഇനിയും നമുക്ക് കിട്ടും. അതനുസരിച്ച് ക്ഷമയോടെ ട്രേഡ് ചെയ്യുക. സോ മൺഡേ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ട്രേഡ് എടുക്കുക. എന്നിട്ട് ഒരു പ്രോഫിറ്റ് ഡേ ആയിട്ട് മാറ്റാൻ ശ്രമിക്കുക ഓരോ ദിവസവും. അതായത് വീക്കിലി നമ്മൾ എല്ലാ വീക്കിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ ലോസ് 3,000ഉം നമ്മുടെ പ്രോഫിറ്റ് ഒരു 5,000ഉം ആയിരിക്കണം. ഓക്കെ, ലോസിന്റെ മുകളിൽ നിൽക്കണം പ്രോഫിറ്റ്. അതായത് കയ്യിൽ 2,000 രൂപ ഇരിക്കണം. അതാ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് അങ്ങനെ രീതിയിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. ഇപ്പം വീഡിയോ കാണുന്നവർ പകുതിയും സബ്ബൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് പ്ലീസ് സബ് മൈ ചാനൽ. പിന്നെ ബെൽ ബട്ടണും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് വരും. സോ സപ്പോർട്ട് ചെയ്യുക. ബൈ.